ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പാൻറ് കട്ടിംഗ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ അളവ് പാൻറ് വെച്ചിട്ടാണ് പാൻറ് കട്ട് ചെയ്യുന്നത്. 36 ആണ് ഇതിൻ്റെ വേസ്റ്റ് സൈസ് വരുന്നത്. അപ്പോൾ നമുക്കതിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് തുണി നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. നോർമൽ പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. എടുത്തിട്ടുള്ള അളവ് ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്, നിങ്ങൾക്കതിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ പാൻറ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. മുകളിൽ ഒരു 1.5 ഇഞ്ച് ഇറക്കിയാണ് പാൻറ് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ താഴെ നമ്മൾ ഒരു ഇഞ്ച് മടക്കി അടിക്കാനുള്ള തുണിയും എക്സ്ട്രാ ഇട്ടിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ അളവ് പാൻറ്റിൻ്റെ അരികിലൂടെ മാർക്ക് ചെയ്യാണ്. മുകളിൽ ഇലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 1.5 ഇഞ്ചാണ് അവിടെ നമ്മൾ വിട്ടിട്ടുള്ളത്. അതിനുശേഷം അവിടെ മുകളിൽ നേരെ നമുക്ക് ഇലാസ്റ്റിക്കിന് കുറച്ചുകൂടെ ചുരുക്ക് കിട്ടാൻ വേണ്ടി ഒരു 4 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടാണ് താഴേക്ക് ക്രോച്ച് ലെങ്ത്ത് 13.5 ഇഞ്ചാണ്. ക്രോച്ച് വിടുത്ത് 13 ഇഞ്ചുമാണ്. അപ്പോൾ അതിലേക്ക് വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. 1 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണി ഇട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 പീസ് തുണി നമുക്കിവിടെ നമ്മൾ പാൻറ്റിൻ്റെ തുണി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഈ അളവ് പാൻറ്റിൽ നിന്ന് തന്നെ നമ്മൾ ഇലാസ്റ്റിക് എടുക്കുന്നതാണ്. ഇവിടെ 36 ആണ് നമ്മുടെ വേസ്റ്റിൻ്റെ സൈസ് വരുന്നത്, അരവണ്ണം വരുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇലാസ്റ്റിക് ഇതിൽ നിന്ന് തന്നെ നോക്കി ഇങ്ങനെ എടുക്കുകയാണ്. ഇനി നിങ്ങളടുത്ത് അളവ് പാൻറ് ഇല്ലെങ്കിൽ ഞാനിവിടെ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ സിമ്പിളായിട്ട് പാൻറ് എങ്ങനെ തയ്ക്കാം എന്നുള്ളതിനാണ് ഒരു അളവ് പാൻറ് വെച്ച് വെട്ടിയത്. അപ്പോൾ നമുക്കിതിൻ്റെ എല്ലാ അളവും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇലാസ്റ്റിക് അളന്നെടുത്തു. അതിൽ ഒരു 1/2 ഇഞ്ച് മാത്രം എക്സ്ട്രാ ഇട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. 1/2 ഇഞ്ച് നമുക്കത് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ 2 പാൻറ്റിൻ്റെയും നല്ല ഭാഗം വരുന്ന വിധം വെച്ച ശേഷം ഈ ഒരു ക്രോച്ചിൻ്റെ ആ ഒരു ലൈനാണ് ആദ്യം സ്റ്റിച്ച് ചെയ്യേണ്ടത്. നമ്മൾ 2 തുണിയും ഒരുമിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു 2 വശവും അടിച്ചെടുത്ത് വരാം. ഇതപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കാണിക്കാം. ഇതിപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. 2 സൈഡും നമ്മൾ അടിച്ചെടുത്തു. ഇനി നമുക്ക് താഴെ മടക്കി അടിക്കാനാണുള്ളത്. അതിനായിട്ട് ആദ്യം ഒരു മടക്ക് മടക്കി രണ്ടാമതൊരു മടക്കൂടി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി താഴെ നിന്ന് മുകളിലേക്ക് നമുക്ക് 1 ഇഞ്ചാണ് നമ്മൾ തുന്നത്തുണി വിട്ടിട്ടുണ്ടായിരുന്നത്. ആ 1 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ താഴെ നിന്ന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു. 2 സൈഡും സ്റ്റിച്ച് ചെയ്തു. താഴെ വീതി 5.5 ഇഞ്ചാണ്. അപ്പോൾ 5.5 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു. നമുക്ക് ഇലാസ്റ്റിക് വെക്കുന്നതിന് വേണ്ടി ആദ്യം ഒന്ന് മടക്കി വീണ്ടും ഒന്ന് വീതിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇലാസ്റ്റിക് കടത്തി വിടാനുള്ള ഒരു ചെറിയ ഹോൾ നമ്മളവിടെ വിട്ടിട്ടുണ്ട്. ഇനി അതിലൂടെ നമുക്ക് ഇലാസ്റ്റിക് ഒന്ന് കയറ്റി കൊടുക്കാം. അപ്പോൾ ഇലാസ്റ്റിക് കയറ്റി കൊടുത്ത ശേഷം 2 ഇലാസ്റ്റിക്കും തമ്മിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ആ ഒരു ഗ്യാപ്പ് നമ്മൾ ക്ലോസ് ചെയ്യാണ്. അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഇലാസ്റ്റിക് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വലിച്ച് പിടിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇവിടെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.